വേദനയില്ലാതെ കുട്ടികൾക്ക് കാത് കുത്തണോ? എന്നതാ ഇങ്ങോട്ട് പോരേട്ടാ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. കാന്തസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കാന്തുവിൻ്റെ കാത് കുത്താൻ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാന്തുവിന് മുമ്പ് കാത് നമ്മൾ കുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ 4 മാസം, കാന്തുവിന് 4 മാസം പ്രായമുള്ളപ്പോൾ കുത്തിയതാണ്. അപ്പോൾ അത് നമ്മളന്ന് ഗൺ ഷൂട്ട് ചെയ്ത കാരണം 2 ഡയറക്ഷനിലായി പോയി, കുറച്ച് അങ്ങോട്ട് കയറി ഇറങ്ങിപ്പോയി. അപ്പോൾ നമ്മളിന്ന് പുതിയതായിട്ട് കാന്തുവിന് കാത് കുത്താൻ വന്നേക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് കാത് കുത്താൻ വന്നിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ചാലക്കുടിയിൽ തന്നെ ആനമല ജംഗ്ഷനിൽ നമുക്ക് കുട്ടികൾക്കും ടാറ്റു സ്റ്റിക്കറൊക്കെ അടിക്കുന്ന ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ കാതൊക്കെ കുത്തി കൊടുക്കും. അപ്പോൾ കുട്ടികൾക്ക് വേദന ഇല്ലാതെ കാത് കുത്തി കൊടുക്കുന്ന സ്ഥലമാണ്. എന്താ വെച്ചാൽ ഒരു ക്രീം തേച്ചിട്ട് 1.5 മണിക്കൂർ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കാത് കുത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത് മരയ്ക്കും. അപ്പോൾ കുട്ടികൾക്ക് വേദന എടുക്കില്ല. അപ്പം അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ കാന്തുവിൻ്റെ കാത് കുത്താൻ വന്നിരിക്കുന്നത്. അപ്പോൾ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചാലക്കുടിയിൽ ആനമല ജംഗ്ഷനിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ആനമല ജംഗ്ഷനിൽ എവിടെയാണെന്നുള്ളതെന്ന് കറക്റ്റ് സ്പോട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതേ കണ്ടോ, ആനമല ജംഗ്ഷനാണ്, ചാലക്കുടിയിലെ ആനമല ജംഗ്ഷനാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ അതിരപ്പള്ളിക്കും പിന്നെ മലക്കപ്പാറ, വാൽപ്പാറ എന്ന് പറയുന്ന സ്ഥലങ്ങളിലേക്ക് പോകുന്നത് ഈ റൂട്ടിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ആ പെട്രോൾ പമ്പിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ ഈ വേദന ഇല്ലാതെ കാതു കുത്തുന്ന സ്ഥലമുള്ളത്. ഈ ടാറ്റു എന്ന് പറയുന്നുണ്ടല്ലോ, ആ ബോർഡ് കണ്ടല്ലോ, അപ്പോൾ അവരുടെ ഷോപ്പാണ് കേട്ടോ ഇത്. ഈ കാണുന്നതാണ് അവരുടെ ഷോപ്പ്. അപ്പോൾ ആ ഷോപ്പിലാണ് കുട്ടികൾക്ക് വേദന ഇല്ലാതെ കാത് കുത്തി കൊടുക്കുന്ന ചാലക്കുടിയിലെ സ്ഥലം. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഷോപ്പിൻ്റെ ഉൾവശം കാന്തുവിനെ കാത് കുത്തുന്നതും ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ നമ്മുടെ ഇങ്ക് വിസാഡ് ടാറ്റു ഷോപ്പിൻ്റെ ഫ്രണ്ടിലുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ കാന്തുദേ ഇവിടെ ചാടിയൊക്കെ കളിക്കുന്നുണ്ട്. നല്ല അടിപൊളി സോഫ സെറ്റൊക്കെ 2 സൈഡിലും സെറ്റ് ചെയ്തിട്ടുണ്ട് വരുന്നവർക്ക് ഇരിക്കാനൊക്കെ ആയിട്ട്. പിന്നെ അത് മാത്രമല്ല നമുക്കിവിടെ ഇവരുടെ ഷോപ്പ് എന്താണ്, പിന്നെ ഇവരുടെ ഷോപ്പ് എന്ന് പറയുന്നത് 3 സർട്ടിഫൈഡ് ഷോപ്പാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കാത് കുത്താനുള്ള, അപ്പോൾ നമ്മൾ കാന്തുവിന് വന്നിട്ട് നമ്മൾ ചെവിയിൽ ക്രീമൊക്കെ പുരട്ടിയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നൊരു 10 മിനിറ്റ് അവിടെ ഇരുന്നതിന് ശേഷം നമുക്കത് ക്രീമൊക്കെ അവർ സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഒരു അരമണിക്കൂറായി ഇപ്പോൾ നമ്മൾ വന്നിട്ട്. ഇപ്പോൾ 15 മിനിറ്റായി കാന്തുവിന് നമ്മുടെ മരുന്നൊക്കെ ക്രീമൊക്കെ ചെവിയിൽ തേച്ചിട്ടുണ്ടോ. അപ്പോൾ അതിന് ഒരു രണ്ടാമതൊരു വട്ടം കൂടെ അത് ക്രീം അപ്ലൈ ചെയ്യണം. അപ്പോൾ അത് കുറച്ച് സമയത്തിന് ശേഷമാണ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 2 ടൈമായിട്ടാണ് ആ ക്രീം നമ്മുടെ ചെവിയിൽ അപ്ലൈ ചെയ്ത് ചെയ്യുക. അതിന് ശേഷമാണ് അവർ നമ്മുടെ കാത് കുത്തുള്ളൂ. അപ്പോൾ കുട്ടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് കെയർ ചെയ്തിട്ട് കുട്ടികൾക്ക് വേദന ഉണ്ടോ അതൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ ഗൈസ് വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ നോക്കിയാൽ നമുക്ക് ഇങ്ക് വിസാഡ് അടിച്ചാൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടുന്നതാണ് കേട്ടോ ചാലക്കുടിയിലെ. വന്നിട്ട് കുറേ സമയമായതുകൊണ്ട് കാന്തുവിൻ്റെ അനിയൻ അവിടെ കിടന്നു ഉറങ്ങിപ്പോയി. നല്ല AC റൂമൊക്കെയാണ്. അപ്പോൾ എന്തായാലും കാന്തുവിന് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആൾ കാത് കുത്തുന്നതിൻ്റെ നല്ല ത്രില്ലിങ്ങിലാണ്. കുറച്ച് നാളായിട്ട് ആൾക്ക് കാതിൽ കമ്മലൊന്നും ഇടാൻ പറ്റാതെ ഇരിക്കുക. അപ്പോൾ ഗൈസ് നമ്മുടെ കാന്തുവിന് സെക്കൻഡ് ടൈം നമ്മുടെ ചെവിയിൽ മരുന്ന് പുരട്ടാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അവിടുത്തെ സ്റ്റാഫാണ്. അപ്പോൾ ഈ കുട്ടിയാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ കാത് കുത്തുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും കുട്ടികളോടൊക്കെ നല്ല ജോളിയായിട്ടാണ് ആ കുട്ടിയുടെ സംസാരവും കാര്യങ്ങളൊക്കെ. ഒരു മെയിൽ സ്റ്റാഫും കൂടി ഉണ്ട്, ആൺകുട്ടികൾക്ക് ഒരു മെയിൽ സ്റ്റാഫും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ കാത് കുത്താനായിട്ട് റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ കാന്തുവിനെ നമ്മളിത് കാത് കുത്താനായിട്ട് കയറ്റിയൊക്കെ ഇരുത്തിയിട്ടുണ്ട്. സാധാരണ കാന്തുവിന് സൂചിയൊക്കെ കാണുമ്പോൾ ഇഞ്ചക്ഷനൊക്കെ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ സൂചി കണ്ടാൽ ഭയങ്കര പേടിയാണ് കേട്ടോ. പക്ഷേ ഇതെന്താണാവോ, ഇതിപ്പോൾ കുത്തണമെന്ന് പറഞ്ഞിട്ട് ആൾക്ക് പേടിയൊന്നുമില്ല. ചെറിയൊരു ടെൻഷൻ ഉണ്ടെങ്കിലും സിറിഞ്ച് വയ്ക്കുന്ന ഒരു ടെൻഷനൊന്നും ആൾക്കില്ല. കാരണം ഹോസ്പിറ്റലിൽ പോയിട്ട് സിറിഞ്ച് കുത്തുമ്പോൾ നമുക്കറിയാലോ, കാണുമ്പോഴേക്ക് കുട്ടികൾ കരയാൻ തുടങ്ങും. പക്ഷേ ഇതിപ്പോൾ അങ്ങനത്തെ കുഴപ്പമൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മുടെ കാന്തുവിൻ്റെ ഒരു കാത് നമ്മൾ കുത്താണ് കേട്ടോ. അപ്പോൾ ആൾക്കൊരു പേടിയില്ല, സൂചിയാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ കാന്തുവിന് കുത്തിയത് പോലും അറിഞ്ഞിട്ടില്ല. കാന്തുവിൻ്റെ ഒരു ടെൻഷനോ ഇപ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരെ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ വേദനയില്ലാതാണ് അപ്പോൾ ഇവിടെ കാത് കുത്തി കൊടുക്കുന്നത് എന്ന് നമുക്ക് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.